ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമാണ്. വായു ഗുണനിലവാര സൂചിക ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെട്ട് തുടരുകയാണ്. വെള്ളിയാഴ്ച ശീതതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡൽഹി താമസിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് കേട്ടോളൂ. ഡൽഹിയിൽ നിന്ന് വിനീത വിജി അപ്ഡേറ്റ് ചെയ്യുന്നു ഈ വാർത്ത. വിനീത, ശരിക്കും ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട്, വിനീത എന്താ മാസ്ക് വെച്ച് ഇറങ്ങാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം മാസ്ക് വെച്ചൊക്കെ വാർത്ത അവതരിപ്പിക്കുന്നത് അത്ര എളുപ്പമല്ല എന്ന് ഞാൻ മറുപടി നൽകി. പറയൂ വിനീത. തീർച്ചയായും എസ്കേൻ, അങ്ങനെ തന്നെയാണ്. നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ലൈവിനിടയിൽ ഒരു അല്പസമയത്തേക്ക് മാസ്ക് ഒന്ന് മാറ്റുകയാണ്. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കുന്നതിനൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആ സമയങ്ങളിൽ മാസ്ക് ഒഴിവാക്കുന്നത്. പക്ഷേ ഡൽഹി നിവാസികളെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാസ്ക് ഉപയോഗിക്കുന്നത് തന്നെയാണ് നിലവിൽ ആരോഗ്യത്തിന് നല്ലതെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. ഇതിനോടകം തന്നെ പുറത്തുവരുന്ന റിപ്പോർട്ടുകളടക്കം നമ്മൾ മുൻനിർത്തി നോക്കുമ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങളടക്കം നേരിടുന്ന ആളുകളുണ്ട്. ശ്വാസതടസ്സം, ഒപ്പം തന്നെ അലർജി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് ഈ വായു മലിനീകരണം കാരണം ഡൽഹിയിലെ ജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത്. ഇന്നും വായു ഗുണനിലവാര സൂചിക അതിരൂക്ഷമായി തന്നെ ഉയരുകയാണ്. അത് വായു ഗുണനിലവാരം 400-ന് മുകളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ NCR മേഖലകളിലൊക്കെ തന്നെ 428 തന്നെ മലിനീകരണ തോത് രേഖപ്പെടുത്തിയിട്ടുള്ള മേഖലകൾ കൂടിയുണ്ട്. ഇതിനിടയിലാണ് വെള്ളിയാഴ്ച ശീതതരംഗത്തിന് കൂടി സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നൊരു മുന്നറിയിപ്പ് കൂടി ലഭ്യമായിരിക്കുന്നത്. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ. ഇന്നലെ ചേർന്ന യോഗത്തിൽ ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലർമാരടക്കം മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് ആ യോഗത്തിൽ പങ്കെടുക്കുകയും ഒപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഡൽഹി മുന്നോട്ട് പോകുന്നതെന്നും അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ വേണമെന്നും കൗൺസിലർമാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക നിർദ്ദേശം ഇന്നലത്തെ യോഗത്തിൽ മേയർ നൽകിയിട്ടുണ്ട്. അവർ പറയുന്നത് ഈ പൊടിപടലങ്ങൾ നിയന്ത്രിക്കുന്നതിനും മലിനീകരണ തോത് കുറയ്ക്കുന്നതിനും കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിയമലംഘനം കണ്ടെത്തുന്നവരെ പിടികൂടുന്നതിനും അവർക്ക് പിഴ ചുമത്തുന്നതിനുമായി പ്രത്യേകം പട്രോളിംഗ് നടത്താനും ഇന്നലത്തെ യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ മലിനീകരണ തോത് കുറയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ അറിയിച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.